നമസ്കാരം. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് മുൻതൂക്കമെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫലസൂചനകൾ പുറത്തു വന്നിട്ടില്ല. ദേശീയ മാധ്യമങ്ങളും വോട്ടെണ്ണൽ തുടങ്ങി 10 മിനിറ്റ് ഫലമൊന്നും നൽകിയില്ല. എന്നാൽ മലയാള ചാനലുകളിൽ സൂചനകളെത്തി. ഇതുപ്രകാരം 6 സീറ്റിലെ സൂചനകൾ തുടക്കത്തിലേ വന്നു. ഇതിൽ ബി.ജെ.പിയും ആം ആദ്മിയും കടുത്ത പോരാട്ടത്തിലായിരുന്നു. എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധമായ സൂചനകളാണ് ഇതെല്ലാം. പക്ഷേ അതിവേഗം ദേശീയ ചാനലുകളും ഫലപ്രവചനവുമായി എത്തി. ഇതെല്ലാം ബി.ജെ.പിക്ക് അനുകൂലമായിരുന്നു. വ്യക്തമായ ഭൂരിപക്ഷം ബി.ജെ.പി നേടുമെന്ന സൂചനകളാണുള്ളത്. കോൺഗ്രസിനും കരുത്തൊന്നും കാണാൻ കഴിയുന്നില്ല. ദേശീയ ചാനലുകൾ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ബി.ജെ.പി 36 സീറ്റിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ എ.പി 28 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ശക്തമായ പ്രചാരണം കാഴ്ചവെച്ച കോൺഗ്രസിന് 1 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്. ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ, മുഖ്യമന്ത്രി അതിഷി, മനീഷ് സിസോദിയ എന്നിവർ പിന്നിലാണ്. എ.പി, ബി.ജെ.പി, കോൺഗ്രസ് എന്നീ പ്രമുഖ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിനാണ് തലസ്ഥാനം വേദിയായത്. അരവിന്ദ് കെജ്രിവാൾ ഇത്തവണയും ന്യൂഡൽഹിയിലെ സീറ്റിൽ നിന്നാണ് മത്സരിക്കുന്നത്. ബി.ജെ.പിയുടെ പർവേഷ് വർമ്മയും കോൺഗ്രസിന്റെ സന്ദീപ് ദീക്ഷിതുമാണ് എതിരാളികൾ. അതിഷി കൽക്കാജി മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത്. കോൺഗ്രസ് നേതാവ് അൽക്ക ലാംബയും ബി.ജെ.പിയുടെ രമേശ് ബിന്ദുരിയുമാണ് എതിർ സ്ഥാനാർത്ഥികൾ. എ.പിയുടെ മനീഷ് സിസോദിയ, ബി.ജെ.പിയുടെ താർവീന്ദർ സിംഗ് മർവ, കോൺഗ്രസിന്റെ ഫർഹാദ് സൂരി, സത്യേന്ദർ ജെയിൻ, കർണയിൽ സിംഗ് എന്നിവരും മത്സരിക്കുന്നു.